നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിൽക്കുക. നിങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ടെലിവിഷനകത്ത് ജോലിക്ക് അവതാരകയായി പോയിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്ന് തീരും നിങ്ങളുടെ കാര്യം. അതിന് നിങ്ങളെത്ര കഴിവുണ്ടായിട്ടില്ല. നിങ്ങൾ ഓരോ ഇതിനകത്ത് ഒരു 4 എണ്ണം കടന്നു കഴിയുമ്പോഴത്തേന് നിങ്ങളെ ഒരിടത്തും പറ്റാത്ത ആളാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ നിങ്ങൾക്ക് ജോലിയേ കിട്ടത്തില്ല. ഈ അവസ്ഥയിലാണ് അതുള്ളത്. അത് കഴിവിൻ്റെ പ്രശ്നമൊന്നുമല്ല, സ്വതന്ത്രയായിട്ടുള്ള ഒരാളിനുള്ളതല്ല. അതുകൊണ്ട് അധ്വാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ 25 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ആരുടെയെങ്കിലും ഒരു അടിമയാകാനൊരു ഇടവുണ്ടോ എന്ന് തിരക്കി നടക്കുന്ന അവസ്ഥയിൽ എന്നെ പെടുത്തുന്നതല്ല വിദ്യാഭ്യാസം. അതുകൊണ്ട് വിദ്യാഭ്യാസം നമുക്ക് ആരംഭിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് ഭരണഘടന വായിക്കുന്നത് മറ്റേത് വിഷയം മറക്കാനൊക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഒരു വിഷയം മാത്രമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നത്, അന്ന് +2 പഠിക്കുന്നത്. ആ പഠിക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞാൽ ആ വിഷയം നിങ്ങൾക്കങ്ങ് വിടാം. ഞാൻ വേറെ കോൺസെൻട്രേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് അതിൻ്റെ മാർക്ക് എടുക്കുന്നുള്ളത് തീരുമാനിക്കാനും പറ്റും. ആ നിലവാരത്തിൽ പഠിക്കുന്ന കാര്യമല്ല പറയുന്നത്. എങ്ങനെയാണ് ഞാനിത് പറയുമ്പോഴാണ് പ്രജ എന്താണ് പൗരൻ എന്താണെന്ന് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ അത് അങ്ങനെ കാണുകയുള്ളൂ. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളാണ്, നമ്മുടെ പ്രതിനിധിയാണ്, നമ്മുടെ പ്രതിനിധിയായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയക്കാരാകുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കുന്നവരെ തിരഞ്ഞെടുത്ത് വിട്ടവരെ രാജാവിനെ പോലെ കാണരുതെന്നുള്ള അറിയേണ്ടതുണ്ട്. അവർ ഭരണക്കാരല്ലെന്ന് അറിയേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല, ക്രമീകരണവും സേവനവും ഉള്ളു. സേവനം നൽകാനാണ് അയാളെ വിട്ടിരിക്കുന്നത്, ഭരിക്കാനല്ല. പക്ഷേ ഇന്ന് നമുക്കറിയാവുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരെയും നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് ഭരിക്കാൻ. അത് എന്തുകൊണ്ടാണ്? ഇതുവരെ രാജാവിൻ്റെ ഭരണ സംവിധാനങ്ങൾ നമ്മൾ തൊട്ടിട്ടില്ല. ആ അധികാരത്തെ അവിടെയാ പോയിരിക്കുന്നത്. ഞാനും നിങ്ങളും സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന അങ്ങനെ തന്നെ പെരുമാറും. കാര്യം എന്താ? ആ സംവിധാനം അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ മുറി, ചീഫ് സെക്രട്ടറിയുടെ മുറി, വലിയ കസേര, വലിയ മേശ മറ്റുള്ളവരെ കൊച്ചാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് രാജാവ് ഉണ്ടാക്കിയതാണ്. രാജാവ് നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ച് ഇതുപോലെ ജീവിച്ച് ചത്തുപോകുന്ന ഒരുത്തനാണ്. അല്ല, അയാൾക്കൊരു പുല്ലും ഇല്ല. ഈ ഉണ്ടാക്കിയിരിക്കുന്ന മുറിയുടെ വലിപ്പം കൊണ്ട് നമ്മളെ ചെറുതാക്കാൻ വേണ്ടിയാണ് ഈ കൊട്ടാരം ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരെ ചെറുതാക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ആ ഉണ്ടാക്കുന്ന സംവിധാനത്തിൽ പോയിരുന്നിട്ട് ജനാധിപത്യപരമായി പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇപ്പം നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ തന്നിരിക്കുന്ന ആയുധം തോക്കാണ്. അയാളെ വെടിവെച്ചിട്ടിട്ട് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇതാണ് പ്രശ്നം. നമ്മളിപ്പോൾ ഈ കാണുന്ന 1950 ജനാധിപത്യപരമായിട്ടുള്ളൊരു സംവിധാനം ഇന്ത്യയിലുണ്ടായി എന്ന് നമ്മൾ പറയുമ്പം, ഭരണഘടന വന്നു എന്ന് പറയുമ്പം ഈ സംവിധാനങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അപേക്ഷകൾ എഴുതി കൊടുക്കുന്നവരായിട്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അവകാശങ്ങളെപ്പറ്റി പറയാൻ പറ്റാത്തവരായിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനാണെന്ന് ഓർക്കണം. ഈ അടുത്ത് ഒരു പോലീസിനെ പോലും ഒരു ജനപ്രതിനിധി വെല്ലുവിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. പോലീസിനെ പോലും എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനേക്കാളും പുറകിലാണ് നിൽക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ജനപ്രതിനിധിക്ക് ജനപ്രതിനിധി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തതിന് ഞാൻ പാരിതോഷികം തരാമെന്ന്. അതൊരു ധാർഷ്ട്യത്തോടെ തന്നെയാണ് ഈ രണ്ട് സാധനവും. നിങ്ങൾ പറയുന്ന പോലീസും ഈ ജനപ്രതിനിധിയും ഒരേപോലത്തെ തെറ്റ് ചെയ്യുന്നവർ. അല്ലാതെ അതിനകത്ത് അവർ തമ്മിൽ രണ്ടു വശത്തല്ല. പോലീസിങ് എന്ന് പറഞ്ഞാൽ മുകളിലിരുന്ന് താഴോട്ട് നോക്കി നിയന്ത്രിക്കുന്നുള്ളതാണ് വാക്കിനർത്ഥം തന്നെ. എന്ന് പറഞ്ഞാൽ പണ്ട് രാജാവിൻ്റെ കിങ്കരന്മാരെയാണ് ഈ പോലീസ് എന്ന് വിളിച്ചത്.